ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ വേലുവിനോടും അമലുവിനോടും രതീഷ് പറയണ്ട്, അതെ അമലു, വേലു നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവാട്ടാ. എടാ വേലു, നീ ഇനിയെ നാട്ടിലേക്ക് വന്നിട്ട് തേനേന്ന് വിളിച്ചുകൂവി തേനെന്ന് വെക്കണട്ടോ. അത് മൊത്തമായിട്ട് കാട്ടിൽ വന്നെടുക്കാനേ ഇനി ആളുണ്ട് എന്ന് പറയാണ്. അയ്യോ സാറേ, അപ്പൊ ഞങ്ങൾക്ക് നാട്ടിലേക്കൊന്നും വരാൻ പറ്റില്ലല്ലോ ഇനി. അയ്യോ നാട്ടിലേക്കൊക്കെ നീ വരണോടാ, നിനക്കല്ലേ ഞങ്ങളൊക്കെ ഇല്ലേ ഇപ്പോ. ദേ നോക്കിക്കേ, കിരൺ സാറിനും അതുപോലെ തന്നെ കല്യാണിക്കും കാർത്തിക ചേച്ചിക്കും അതുപോലെ തന്നെ കിരൺ സാറിന്റെ അച്ഛനും അമ്മക്കൊക്കെ നിങ്ങൾ അത്ര വലിയ കാര്യമാണ്. ഇനിയൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണിയുടെ ഒരു കാര്യം, മുമ്പ് കല്യാണി എന്ത് അവസ്ഥയിലാണ് നിങ്ങൾക്ക് അറിയാവോ? ഈ ഞാൻ പോലും കല്യാണിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് KCB-ലായിരുന്നു പണി. എന്റെ കയ്യിൽ ഇപ്പൊ കാരണം ആ പണി പോയട്ടോ. ആ സമയത്ത് കല്യാണിനൊക്കെ ഞാനും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പാവം ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ടാ. അവൾ ഈ ഒരു നിലയിൽ എത്താണ്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നോ. അങ്ങനെ ഒരു പെൺകുട്ടികളും പെട്ടെന്ന് കഷ്ടപ്പെടുന്നൊന്നുമല്ല. അവൾ കഷ്ടപ്പെടുന്നതിന്റെ 10-1 അംശം പോലും വേറെ ആരും കഷ്ടപ്പെട്ടിട്ടില്ല. ദേ നീയും ഈ അമലും ഈ ഞാനും പോലും. അവൾ അത്രമാത്രം വേദന അനുഭവിച്ച് വന്ന ഇവിടെ എത്തിയവളാ. അതുകൊണ്ട് അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അമലുവിനെയും അതുപോലെ തന്നെ വേലുവിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കല്യാണിയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്പൊ എന്റെ ജീവിതം ആകെ മാറി. ഈ കുഞ്ഞായതുപോലും ഞാൻ അറിഞ്ഞതേ ഇല്ല. ഇപ്പൊ ജോലി, 2 വീലർ, ആ വീട്, എല്ലാ സൗകര്യങ്ങളും എനിക്കും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ കല്യാണി അവിടേക്ക് വരുവാട്ടോ. അതേ വരുന്നുണ്ടല്ലോ. ആ കല്യാണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള് എന്ന് പറയാണ്. അപ്പോഴേക്ക് കല്യാണിട്ട് പറയേണ്ട രതീഷ്, ഇപ്പൊ ഞാൻ പറയായിരുന്നു ഇവിടുത്തെ കല്യാണിയും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവര് നെഞ്ചിലാണ് ഏറ്റെടുത്തേക്കുന്നത് പറയായിരുന്നു. അത് പിന്നെ സംശയമുണ്ട് രതീഷേട്ടാ. ഞാനും കിരണേട്ടനും രതീഷേട്ടനും മാത്രമല്ലല്ലോ, കിരണേട്ടന്റെ അച്ഛനും നമുക്കൊക്കെ അമലൂനെയും വേലുവിനെയൊക്കെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയാവോ എന്ന് പറയാണ്. ഞാൻ മുമ്പ് നിങ്ങളിപ്പൊ കഷ്ടപ്പെടുന്ന 100 ഇരട്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. എന്തായാലും അമലു ഇന്ന് എന്റെ കൂടെയാ കിടക്കുന്നത്. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ചായപ്പിൽ ഒരു പായ തന്നാ മതി, ഞങ്ങൾ അങ്ങനെ കിടന്നോളാം എന്ന് വേലു പറയുമ്പോ, അതെന്താ നിങ്ങൾ ഈ വീട്ടിലെ പണിക്കാരാണോ എന്ന് കല്യാണി ചോദിക്കുകയാണ്. അതെ, പണിക്കാരെ പോലും ഞങ്ങൾ അങ്ങനെയൊന്നും കിടത്താറില്ല കേട്ടോ. വേലു രതീഷേട്ടന്റെ കൂടെ ഒക്കെ പോയി കിടന്നോ, അമലു എന്റെ കൂടെ കിടന്നോളും. വാ അമലു ചേച്ചി, അത് ഇന്ന് അമലു എന്റെ കൂടെ എന്റെ റൂമിലാ കിടക്കാൻ പോണ. ചേച്ചിയുടെ റൂമിലോ? അതെ, അതിനിപ്പോ എന്താ കുഴപ്പം, വാ എന്ന് പറഞ്ഞിട്ട് കല്യാണി അമലുവിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. അപ്പൊ അമലു റൂം കാണുമ്പോ ഒന്ന് സൂക്ഷിച്ചു നോക്കാണ്. ചേച്ചി ഞാൻ നിലത്ത് പായ വിരിച്ച് കിടന്നോളാം ചേച്ചി. അയ്യോ അതെന്താ, അതൊന്നും പറ്റില്ല. നോക്ക്, നീ എന്റെ കൂടെ ഈ ബെഡിലാ കിടക്കാൻ പോണത്. അമലുവിന് അറിയാവോ, മുമ്പ് എനിക്ക് കിടക്കാൻ വേണ്ടി നിലം പോലും ഉണ്ടായിരുന്നില്ല. പശുത്തൊഴുത്തിലാ ഞാൻ കിടക്കുന്നുണ്ടായിരുന്നത്. ഒരു പ്രായം വരെ പശുത്തൊഴുത്തിൽ തന്നെയായിരുന്നു ഞാൻ കിടക്കേണ്ടായിരുന്നത്. എന്നെ വെറുക്കുന്ന അച്ഛനും അമ്മമ്മയും ആങ്ങളെയും അവരൊക്കെ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ആ സമയത്ത് കിരണേട്ടനെ ഞാൻ പരിചയപ്പെട്ടത് പാല് വിൽക്കണായിട്ട് കിരണേട്ടന്റെ കമ്പനിയിലാണ് ഞാൻ ആദ്യം പോയത്. അവിടെ വെച്ച് കിരണേട്ടനെ പരിചയപ്പെട്ടു. പിന്നെ ഇഷ്ടത്തിലായി. പിന്നീട് എന്റെ ജീവിതം മാറി മറിഞ്ഞത്. പിന്നെ എന്റെ അമ്മ മരിച്ച കാര്യം അമലുവിനെ അറിയാലോ. അമലുവിന്റെ കുഞ്ഞിനെ തന്ന ആള് തന്നെയാ എന്റെ അമ്മേനെ കൊന്നത്. പിന്നെ അമലുവിന്റെ അച്ഛനെ കുത്തിയ ആള് തന്നെയാ എന്റെ അമ്മേനെ കൊന്നത്. അങ്ങനെ അമലുവിന്റെ അച്ഛനെ കൊന്ന ആളും എന്റെ അമ്മേനെ കൊന്ന ആളും ഇപ്പൊ ജീവനോടെ പുറത്തു നടക്കുക. എന്നാലും അവനൊന്നും മരിക്കുന്നില്ലല്ലോ ചേച്ചി. അവനെ സത്യമായി കൊല്ലം നടക്കണ കാർത്തിക ചേച്ചി, ലക്ഷ്മി അമ്മയ്ക്ക് എത്ര പാവങ്ങളാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അതെ, പക്ഷെ അവനത് പറഞ്ഞ മനസ്സിലാവുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ അവനെ സ്വത്തുക്കളെല്ലാം വേണമെന്നാ പറയണത്. അതെല്ലാം കൊടുക്കാൻ ലക്ഷ്മിമ്മക്കും കാർത്തിക ചേച്ചിക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ അതുകൊണ്ടൊന്നും മതിയാവില്ല. അവൻ ജയിലിൽ പോകാൻ കാരണം ലക്ഷ്മിമ്മയും കാർത്തിക ചേച്ചി എന്നൊക്കെയാ പറയണത്. സത്യം പറഞ്ഞാൽ അവന്റെ അച്ഛന്റെ മരണത്തിന് കാരണം പോലും അവൻ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് കല്യാണി ഇങ്ങനെ പറയാണ്. എന്നാലും നാട്ടിലൊക്കെ ഇങ്ങനത്തെ മനുഷ്യരുണ്ട് ചേച്ചി. അമലു, നാട്ടിൽ മാത്രല്ല എല്ലായിടത്തും ചീത്ത മനുഷ്യരും നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കിടയിലുണ്ട് അങ്ങനെയുള്ളവര്. അത് പറയാണ്. അമലു എന്തായാലും കിടക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിനടുത്ത് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മള് പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ദൈവത്തെ പോലെ സ്നേഹിക്കണം. ഇപ്പൊ എന്റെ കിരണേട്ടൻ എന്നെ സ്നേഹിക്കാൻ വന്നപ്പോ കിരണേട്ടൻ ഞാൻ ദൈവത്തെ പോലെയാ കണ്ടത്. കിരണേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടിയായിട്ട് സ്നേഹിക്കാനേ സ്നേഹവും ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്ന ഒരാളും നിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്റെ കിരണേട്ടനെ പോലെ തന്നെ ഒരാളാ വേലു, നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളെ കിട്ടാനൊക്കെ ഭാഗ്യം വേണം അമലു. അതുകൊണ്ട് വേലുവിനെ നീ ഒരിക്കലും വിഷമിപ്പിക്കരുത്. വേലു നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതിന് ഇരട്ടിയായിട്ടുള്ള സ്നേഹം നീ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാണ്. നീ കിടന്നോ എന്ന് പറയുമ്പോഴേക്കും അമലു കിടക്കുന്നുണ്ട്, കല്യാണിയും കിടക്കാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ ദിലീപിനെയാണ് കേട്ടോ. ദിലീപ് രാവിലെ ആയിട്ടും എഴുന്നേക്കുന്നില്ല. കൂട്ടുകാരൊക്കെ വിളിക്കാണ്, എടാ ദിലീപ്, എടാ എഴുന്നേക്കടാ, സമയം എത്രയെന്ന് അറിയാമോ, എടാ എഴുന്നേക്കടാ എന്ന് പറയാണ്. ദിലീപ് പതുക്കെ കണ്ണു തുറക്കുന്നുണ്ട്. സമയം നോക്കുമ്പോ ഒരുപാട് സമയമായിട്ട്. അയ്യോ ഈശോ, ഇത്ര സമയമോ? വേഗം ചാടി എഴുന്നേറ്റ് വാതിൽ തുറക്കാണ്. എടാ എന്തുറക്കാണിത്, ഇന്ന് നിന്റെ കല്യാണം എന്നറിയില്ലേ? ആ സമയത്ത്
ദിലീപ് പറയണ്ടടാ, അതിന് ഇന്നലെ ഉറങ്ങിയപ്പോ 3:30 മണിയായില്ലേടാ, ആകെ രണ്ടര മണിക്കൂർ ഇപ്പൊ ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് വല്ലാത്തൊരു ക്ഷീണോടാ എന്ന് പറയാണ്. എടാ, ഞങ്ങളൊക്കെ ഇന്നലെ കുറച്ച് അടിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്, എന്നിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റതേ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, നീ ഒന്നും അടിച്ചില്ല, എന്നിട്ട് നിനക്ക് എഴുന്നേക്കാൻ വയ്യ, എടാ ഞാൻ പെട്ടെന്ന് റെഡി ആവാടാ എന്ന് പറയുമ്പോഴേക്കും ആ ഗംഗപ്രസാദിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോ ഒരുപാട് സമയമാടാ. അപ്പൊ കൂട്ടുകാർ പെണ്ടടാ, അവനൊന്നും ഇത് വരില്ലടാ, അത്രമാത്രം പോലീസുകാരും ആൾക്കാരൊക്കെ ചുറ്റുമുണ്ട്, അവനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, അവൻ വല്ല മാളത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്ന് കൂട്ടുകാർ പറയുമ്പോ ദിലീപ് പറയുന്നുണ്ട്, എടാ അത് നിനക്ക് അവനെ ശരിക്കും അറിയാനായിട്ടാണ്, അവനങ്ങനെ മാളത്തിലൊന്നും ഒളിച്ചിരിക്കുന്ന ടൈപ്പ് അല്ല, എത്ര ആൾക്കൂട്ടത്തിലടക്കം വേഷം മാറി വരാൻ കഴിവുള്ളവരാണ്. അതൊന്നും ഇപ്പൊ പറഞ്ഞിരിക്കാൻ സമയമില്ല, ഞാനേ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം, പെട്ടെന്ന് കുളിച്ചിട്ട് വാടാ, നിന്നെ റെഡിയാക്കണ്ടേ എന്ന് പറയാണ്. ഇവിടെ എപ്പോ വരടാ, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് അകത്തേക്ക് കയറി പോവാണ്. ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണ യാമിനിനെയാണ്. യാമിനി ചായ എടുത്തോണ്ടിരിക്കുകയാണ്, കൂടെ അമലും ഉണ്ട് കേട്ടോ. അപ്പൊ അമലു ഇങ്ങനെ ചായ എടുക്കുന്ന സമയത്ത് നമ്മുടെ യാമിനി പറയുന്നുണ്ട്, അതെ അമലു ഇങ്ങനെ വിഷമിക്കൊന്നും വേണം കേട്ടോ, ആ കാട്ടിലൊരുത്തം വന്നല്ലോ ഗംഗപ്രസാദ്, അവനെ കാണാൻ വേണ്ടി കിരൺ സാർ എത്ര പ്രാവശ്യം കാട്ടിലേക്ക് വന്നതാ, അന്ന് ഒരു പ്രാവശ്യം അവനെ കണ്ടിരുന്നെങ്കിൽ എത്ര ദുരിതങ്ങൾ ഒഴിഞ്ഞു പോയാനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അമലുവിനെ അറിയാവോ, ഒരു മനോഹറിന് ഇവര് പറഞ്ഞിട്ടുണ്ടോ അമലുവിന്റെ അടുത്ത്? കല്യാണിച്ച് പറഞ്ഞു, മനോഹരെ എത്ര പെണ്ണുങ്ങളെ ചതിച്ചെന്നറിയാവോ, ഈ ഗംഗപ്രസാദ് നിന്നെ മാത്രമല്ലേ ചതിച്ചുള്ളൂ, മനോഹർ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവൻ നന്നായിട്ടാ, പക്ഷെ ഈ ഗംഗ നന്നാവില്ല. കാരണം എന്താണെന്നറിയാവോ, അവൻ പണത്തിനും സ്വർണത്തിനും അതിന് മാത്രം മൂല്യം കൽപ്പിക്കണവനാ, അവൻ ഒരിക്കലും നന്നാവില്ല, അവന്റെ അച്ഛൻ മരിച്ചിട്ട് നന്നാവാത്തവനാ ഇനി ആരെങ്കിലൊക്കെ ഇല്ലാതായിട്ട് നന്നാവാൻ പോണത്, അവനൊന്ന് ഒടുങ്ങി കിട്ടിയാൽ മതി, എല്ലാവർക്കും സമാധാനാകും എന്നൊക്കെ പറയുമ്പോഴേക്കും അമല് പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാര്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നേ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇനിയും ഉണ്ട് ജയിലിൽ കിടക്കുന്നവര്, ഇതേപോലത്തുള്ള സ്വഭാവമുള്ള ജയിലിൽ കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഈ കല്യാണിയുടെ ആങ്ങളെന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്, അവന്റെ സ്വഭാവം നല്ലൊരു തങ്കം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയതാ ഈ കിരൺ സാറിന്റെ അനിയത്തിന്, പക്ഷെ അവൻ അതിനൊന്നും പറ്റത്തില്ല, ആ പെണ്ണിനെ ദുരിതം അനുഭവിച്ച് ഇപ്പൊ അതെ ജയിലിൽ പോയി കിടക്കുകയാണ് എന്നൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ശേഷം യാമിനി ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ മുമ്പിലുള്ളവർക്ക് കൊണ്ടേ കൊടുക്കട്ടോ, പിന്നെ എങ്ങനെയൊന്നും ഇരിക്കില്ല കേട്ടോ, വേഗം തന്നെ കുളിച്ചിട്ടിട്ട് സുന്ദരിയായിട്ട് നിന്നേ, കല്യാണോണെന്ന് എന്നൊക്കെ ഇന്നെ പറയുന്നുണ്ട്. അമല് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചായയായിട്ട് ഹരിയേട്ടന്റെ അടുത്ത് രതീഷേട്ടൻ്റെ അടുത്തൊക്കെ പോവാണ്. അപ്പൊ രതീഷും ഹരിയും ചായ എടുക്കുമ്പോ ഹരിയേട്ടൻ പറയണ്ട, അമലു നീ എന്താ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്, നിനക്കിപ്പോ വയറിന് വേദനയൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല സാറേ എന്ന് പറയണ്ട്. അപ്പൊ രതീഷ് പറയണ്ട്, ഇവളെ ഇങ്ങനെയൊന്നും അല്ല, കാട്ടിൽ പോകുമ്പോ കാണുന്ന കിളിക്കാൻ വെട്ടി പോലെ ഓടി നടക്കും, ഇപ്പഴാ ഇങ്ങനെയൊക്കെ ആകെ ഡെസ്പായി പോയത്, ഗംഗയുടെ കാര്യം നാളത്ത് നീ വിഷമിക്കണം കേട്ടോ, അതൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയാണ്. നീ നിന്റെ വേലുവിനെ കണ്ടിരുന്നോ? കിരൺ സാറെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, വേലു അതൊക്കെ കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, നിനക്ക് വാങ്ങിച്ചെന്നല്ലോ കല്യാണി, എന്താ അതിടാത്തത്? അതിടട്ടോ, അവര് സ്നേഹം കൊണ്ട് വാങ്ങിച്ചതല്ലേ എന്ന് പറയാണ്. അപ്പൊ ഹരിയേട്ടൻ പറയണ്ട, അതെ നോക്ക്, ഇനി പഴയതൊക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാ, കാർത്തികയുടെ വിവാഹം കഴിഞ്ഞാലേ അടുത്തത് വേലുവിന്റെ അമലുവിന്റെ ആണെന്നാ പറഞ്ഞത്, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മണവാട്ടിപ്പെണ്ണ ഇനി വരാൻ പോണത്, അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. നോക്കുമോളെ, പഴയ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ പുതിയ ലൈഫ് ചിലപ്പോൾ നല്ലതായിരിക്കും, അതിനെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുക. രതീഷ് പറയണ്ട്, ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തതാ സാറേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അമലു റെഡി ആയിക്കോളൂ അല്ലെ, എന്നാ പോയിട്ട് വാ എന്ന് പറയണം. അങ്ങനെ അമലു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണത് കാർത്തികേനെയാണ്. കാർത്തികനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി കാദംബരിയും കൂടി. കാർത്തിക പറയണ്ട, അയ്യോ കല്യാണി ഇതൊക്കെ മതി, ഇതൊക്കെ തന്നെ ധാരാളം, ഇന്നലെ ദിലീപേട്ടൻ വന്നപ്പോ ഒരുക്കിയില്ലേ അതുപോലെ ഒരുക്കിയാൽ മതി, അതെങ്ങനെ ഒരുക്കണമെന്നേ ഞങ്ങൾ തീരുമാനിച്ചോളാം, ചേച്ചിന്റെ കല്യാണത്തിന് ഇതുപോലെ അനിയത്തിമാർക്ക് ഒരുക്കാൻ കിട്ടുന്നത് ഒരു ഭാഗ്യാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇതിലെ എന്റെയും കാദംബരി ചേച്ചിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ, ഇങ്ങനത്തെ ഭാഗ്യം ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട് ചേച്ചിനെ മനസ്സറിഞ്ഞ് തന്നെ ഞങ്ങൾ ഒരുക്കും അല്ലേ കാദംബരി ചേച്ചി? അതെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ ആളാണ്, ദിലീപ് ഏട്ടനെ കണ്ടപ്പോ സ്വഭാവം അങ്ങ് മാറി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ദിലീപേട്ടനോട് ഇന്നലെ വരെ പറഞ്ഞതാണ് കല്യാണി ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണെങ്കിൽ പോയിക്കോളാൻ, പക്ഷെ ദിലീപേട്ടൻ പോവില്ല. അപ്പോ ഗംഗപ്രസാദിനെ പേടിച്ചിട്ടാണ് ചേച്ചി ദിലീപേട്ടൻ ഒഴിയാൻ പറഞ്ഞതല്ലേ, അല്ലാതെ ചേച്ചിക്ക് ദിലീപേട്ടനോട് ഇഷ്ടമൊന്നുമില്ല. സത്യം പറഞ്ഞ ഇഷ്ടമൊക്കെ ഉണ്ട് കല്യാണി, ഇങ്ങനത്തെ നല്ല പയ്യനെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ വഴിക്ക് വാ. അപ്പൊ ദിലീപേട്ടന്റെ പ്രണയമൊക്കെ ഉണ്ട്, പിന്നെ ഉണ്ടാവാതിരിക്കോ? ഇത്ര നല്ല ആൾക്കാരെ അപൂർവമായിട്ടല്ലേ കല്യാണി കിട്ടുക, അങ്ങനെ മിസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ചേച്ചിക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ.